ഡൽഹിയിലെ ജന്തർ മന്ദറിൽ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന ചെറുപ്പക്കാർ, ജൻസികൾ, യുവാക്കൾ ഒരു സമരത്തിനു വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. അഭിജിത്ത് ദിപ്കെ എന്ന യുവാവാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ബാനറിലാണ് ഇവർ അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അവർ ഉയർത്തുന്ന ആവശ്യം രാഷ്ട്രത്തെ ഗ്രസിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതായത് നീറ്റ് പരീക്ഷയുടെ CBSE, നീറ്റ് തുടങ്ങിയ പരീക്ഷകളിലെ ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ് അവരുടെ മിനിമം ആവശ്യം. അത് കഴിഞ്ഞ് രാജ്യത്തെ പ്രബല രാഷ്ട്രീയക്കാർക്ക് പോലും പറയാനോ ചിന്തിക്കാനോ കഴിയാത്ത രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന നിരവധി ഗുരുതര പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് അവരുടെ മറ്റാവശ്യങ്ങൾ. ഇന്നലെ അവിടെ സമ്മേളിച്ച സമരക്കാർ 5 മണി വരെയായിരുന്നു പോലീസിന്റെ പെർമിഷൻ എന്ന് കേൾക്കുന്നു. 5 മണിക്ക് വലിയ പോലീസ് സന്നാഹം അവിടെ എത്തി അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും അവരത് അംഗീകരിക്കാതെ സമരം രാപ്പകൽ തുടരാനാണ് തങ്ങളുടെ ഉദ്ദേശ്യമെന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ പോലീസും സമരക്കാരും തമ്മിലാണ്. ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധിയോ ഒരു മന്ത്രിയോ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ ഇവരോടൊരു സംഭാഷണത്തിനോ ഇവരോടൊരു സന്ധി സംഭാഷണത്തിനോ ഇവരോടൊരു ആവശ്യം പറയുന്നതിനോ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് ഇവരെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായി തോന്നുന്നത്, അത്ഭുതകരമായി തോന്നുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണത്തിലുള്ള വ്യക്തികൾക്ക് ഒരു ജനസമൂഹത്തോട് സംവദിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? വെറും പോലീസുകാരെ ലാത്തിയുമായി ഇവരെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. പോലീസുകാരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്, പിരിഞ്ഞു പോകാനും കൂടാനും നിൽക്കാനും, അകത്തുപോ പുറത്തുപോ എന്ന് പറഞ്ഞ്. ഭരണകൂടത്തിന്റെ ഒരു പ്രതിനിധി പോലും ഇവരോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു ദയനീയ വശം. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന കുട്ടികൾ, യുവാക്കൾ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. അവർക്കുള്ള വൈദ്യുതിയും ജലവും വിച്ഛേദിച്ചു പോലീസുകാർ. സാമാന്യ മാനവികതയ്ക്ക് പോലും നിരക്കാത്ത, അവർ തന്നെ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ പോലും ചെയ്യാത്ത ക്രൂരതയാണ് അവർ ഈ സമരക്കാരോട് ചെയ്യുന്നത്. ഈ യുവാക്കളാണ് ഈ രാജ്യത്തെ നാളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതല്ലാതെ കടൽ കിഴവന്മാരായ ഇപ്പോൾ അധികാരത്തിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന കടൽ കിഴവന്മാരല്ല ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാനുള്ളത്. നാളെ ഈ ജന്തർ മന്ദറിൽ ഇന്ന് സമ്മേളിച്ച ഈ യുവാക്കളാണ് നാളെ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവർക്കാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാവാത്ത വിധം ജലവും വൈദ്യുതിയും നിഷേധിച്ചിരിക്കുന്നത് ഭരണകൂടം. ഇതിനേക്കാളൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 24 ലക്ഷത്തിലധികം, ഏതാണ്ട് എല്ലാ പരീക്ഷകളും കൂടെ ചേർന്ന് 30-40 ലക്ഷത്തോളം കുട്ടികളെ, ഭാവി തലമുറയെ ബാധിക്കുന്ന ഇത്ര വലിയൊരു അനർത്ഥമുണ്ടായിട്ട് ഇതിന്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ അതിനൊരു സഹായമായിട്ട്, അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടെങ്കിലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയക്കാരിൽ ആരെയും തന്നെ അവിടെ കാണാനില്ല. അവർക്കൊരു അഭിപ്രായം പോലും ഈ കാര്യത്തിലില്ല. അവർക്കൊരു പരാതിയുമില്ല, പരിഭവവുമില്ല. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഭരണകൂടം തീർച്ചയായും അവരുടേതായ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കത് അറിയാവുന്നതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തങ്ങളില്ലേ? രാജ്യത്തെ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്നവരോട് സഹകരിക്കാനുള്ള, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ചുമതല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കില്ലേ? ഭരണത്തിന് പുറത്തുള്ള പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കില്ലേ? എവിടെ അവരെല്ലാം? ആരെയും കാണാനില്ല. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിലൂടെ ആത്മഹത്യ ചെയ്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരും ആ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. അവരിലൊരു വൃദ്ധൻ പറയുന്നത്, ഈ ചെറുപ്പക്കാർക്ക് മേൽ പോലീസുകാർ തീർച്ചയായും ലാത്തിയടി നടത്തും. അതിന് തടുക്കാൻ, ആ അടി സ്വയം ഏറ്റുവാങ്ങി അവരുടെ ഭാവി നഷ്ടത്തിലാകാതിരിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ, അടികൊള്ളാനായിട്ട്, അവരെ അടിക്കുന്നത് തടുക്കാനായിട്ട് എൻ്റെ ശരീരം കൊണ്ട് എന്നാണ് ഒരു വൃദ്ധൻ പറയുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന അഭ്യസ്ത വിദ്യനായ ഒരു വയോവൃദ്ധനാണ്. ഇതുപോലെ നിരവധി മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ പ്രബല രാഷ്ട്രീയക്കാരെ ആരെയും കാണാനില്ല, അവരുടെ ഒരു അഭിപ്രായവും കേൾക്കാനില്ല ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത്. ശ്രീ അഭിജിത്ത് ദിപ്കെ
കർഷകരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരത്തിൽ അണിചേരാൻ വേണ്ടി. രാഷ്ട്രത്തിലെ മുഴുവൻ തുല്യ ദുഃഖിതരായ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. എങ്കിലും ഇതിൽ ചേരാൻ കഴിയുന്നവരോട് ഈ സമരത്തിൽ അണിചേരാനാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. കർഷകരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഏതായാലും നല്ലൊരു സൂചന നൽകുന്നുണ്ട്. കാരണം രാജ്യത്ത് ഇന്നത്തെ ഭരണകൂടത്തെ അല്പമെങ്കിലും ഇളക്കിമറിക്കാൻ രാജ്യത്തെ കർഷകർക്ക് കഴിയും എന്നുള്ളത് അവർ മുൻപൊരിക്കൽ തെളിയിച്ചിട്ടുള്ളതാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ആദ്യ ദിനം ഇതേ ജന്തർ മന്ദറിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഈ സമരം അരങ്ങേറിയപ്പോൾ ജയ്പൂരിൽ വെച്ചോ മറ്റോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിജിത്ത് ദിപ്കയെ ഒരു യുവാവ് കയറി ആക്രമിച്ചു. ആ ആക്രമിച്ച വ്യക്തിയെ വെറുതെ വിടാൻ പറഞ്ഞുകൊണ്ട് തന്നെ അഭിജിത്ത് ദിപ്കെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അയാൾ തന്നെ ആക്രമിച്ചത് എന്നതിന് അയാൾക്ക് കുറെ വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് നാം കേട്ടതാണ്. പക്ഷേ അഭിജിത്ത് ദിപ്കെ പറഞ്ഞു, ഇയാൾ ഒരു തൊഴിൽ രഹിതനാണ്. മാന്യമായ ഒരു തൊഴിലും ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് അയാൾ മുതിരുമായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാശ് വാങ്ങി അയാൾ മുന്നോട്ട് വരുമായിരുന്നില്ല. അതായത് രാജ്യത്തെ യുവാക്കൾക്ക് വിദ്യയും മറ്റു സൗകര്യങ്ങളും മാനമായ തൊഴിലുകളും നിഷേധിക്കുന്നതിലൂടെ അവരെ വാടകക്കെടുത്ത് രാജ്യത്തെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ, ഇത്തരം സമരങ്ങളെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് കൂലിക്കെടുക്കുകയാണ് ഭരണകൂടം എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. കാരണം ഈ കൂലിക്കെടുപ്പ് അവർക്കൊരു തൊഴിലുണ്ടായിരുന്നെങ്കിൽ, അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിൽ, അതിനനുസരിച്ച് തൊഴിലുണ്ടായിരുന്നെങ്കിൽ അവരെ ഒരിക്കലും ഭരണകൂടത്തിന് ഛിദ്ര പ്രവൃത്തികൾക്ക് വേണ്ടി, വിധ്വംസക പ്രവൃത്തികൾക്ക് വേണ്ടി വാടകക്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചാണ്. യുവാക്കളെ തൊഴിൽ രഹിതരും വിദ്യാവിഹീനരുമാക്കി നിലനിർത്തിക്കൊണ്ട് അവരെ വാടകക്കെടുത്ത് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനാണ് ചില കക്ഷികൾ ഇവിടെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ശ്രീ അഭിജിത്ത് ദിപ്കെക്ക് നേരെയുണ്ടായ ആക്രമണവും അതോടനുബന്ധിച്ച് അഭിജിത്ത് ദിപ്കെ ആ ആക്രമണകാരിയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായവും സൂചിപ്പിക്കുന്നത്. എത്ര ഭയാനകമാണ് ഈ അവസ്ഥ! ഭാവിയിൽ ഈ രാഷ്ട്രത്തെ നയിക്കേണ്ടവർ കേവലം കൂലിക്ക് വേണ്ടി രാഷ്ട്രത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിതരായി തീരുക എന്നുള്ളത് എത്ര വലിയൊരു ദുർവിധിയാണ് നമ്മുടെ യുവാക്കളുടെ. അത് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും തന്നെയാണ് ഈ യുവജനത കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സറ്റാറിക്കൽ നാമത്തിൽ ഇന്ന് ഭരണകൂടത്തോട് അതിവിപുലമായ ഒരു സമര പോരാട്ടത്തിന് മുൻവന്നിട്ടുള്ളത്. അവർക്ക് അതിൽ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരോടൊപ്പം നിൽക്കാനും ഇവിടെ ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രത്തിന്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരക്കാരുടെ പ്രഥമവും പ്രധാനവുമായ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണെങ്കിലും രാഷ്ട്രത്തെ ബാധിച്ചിട്ടുള്ള, ഗ്രസിച്ചിട്ടുള്ള അതിവിപുലമായ ഗുരുതരമായ രോഗങ്ങൾക്കെതിരെയും അവർ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ നേരത്തെ തീരുമാനിച്ച പട്ടിക അനുസരിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിലേക്ക് അവർ വിരഞ്ഞോടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീ സംവരണത്തെക്കുറിച്ച് അതിന് കാണിക്കേണ്ട സത്യസന്ധത, 50% സ്ത്രീ സംവരണത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. മാത്രമല്ല പരമോന്നത കോടതിയിലെ ന്യായാധിപന്മാർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണകൂടത്തിന് അനുകൂലമായ വിധി പ്രസ്താവിക്കുമ്പോൾ അതിനെതിരായി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ട്. ഇങ്ങനെ നിരവധി രാജ്യത്തെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് ഇവിടുത്തെ കുത്തക രാഷ്ട്രീയക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ ദൃഢതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഇവർ ഉന്നയിക്കുന്ന പ്രാഥമിക കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സംഭവിച്ചാൽ തന്നെ അതിനുശേഷം ഇവർ ഈ സംഘടന പിരിഞ്ഞു പോകും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഈ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് കൂടി പരിഹാരം അവരുടെ പക്കൽ ഉണ്ടായിട്ടേ അവർ പിരിഞ്ഞു പോവുകയുള്ളൂ. അതുവരെ സമാധാനപരമായും ജനാധിപത്യപരമായുമുള്ള സമരമുറകൾ അവർ ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് കരുതേണ്ടത്. ഏതായാലും അവരുടെ എല്ലാ നല്ല സംരംഭങ്ങൾക്കും നമ്മുടെ എല്ലാവിധ പിന്തുണകളും ഒരു പൗരൻ എന്ന നിലക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്.